വിജിൻ ഇന്നലെ പോലീസുമായി തട്ടിക്കയറിയ ആ രംഗമൊന്ന് കാണാം. എത്ര സമരം നടത്താറുണ്ട്? നിങ്ങളുടെ വീഴ്ചയാണ്. സമരം തടയണം. എന്നോട് ഒന്ന് പേര് ചോദിക്കുക. സമരം നടന്നുകൊടുക്കുമ്പോ നിങ്ങളല്ല ഏത് പോലീസാ? കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത്. പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകർ നോക്കിക്കല്ലേ? എന്നോടൊന്ന് പേര് ചോദിക്കല്ലേ? മാധ്യമ പ്രവർത്തകരോട് എല്ലാവരും നോക്കല്ലേ? മുഴുവൻ മാധ്യമ എസ് ഐ ആണ്, ഞാൻ എം എൽ എ ആണ്. ഇവിടെ പ്രോട്ടോകോൾ ഉണ്ട്. നമ്മുടെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കുന്ന പോലെ പോലീസ് മനസ്സിലായില്ലേ? ഞാൻ മാധ്യമപ്രവർത്തകരുടെ വീഡിയോ എടുക്കണ്ട. മാധ്യമപ്രവർത്തകരുടെ വീഡിയോ ഉണ്ട്. അവരെ മുന്നിൽ തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ തടയണ്ടേ കേട്ടുന്ന സമരം? ഇയാള് കാരണം ഇയാൾ ഒരൊറ്റ ഒരുത്തരാണ് ഇതിന് കാരണം. ഇയാളെ പോലീസ് എടുത്ത് ആദ്യം നമ്മൾ മാറാന്ന് പറഞ്ഞാൽ ഇയാളാരാ? സുരേഷ് ഗോപി സ്റ്റൈലിലൂടെ കളിക്കുന്നത്. ഇയാളൊക്കെ എവിടെയാണ് എക്സൈ പോലീസിന് അപമാനം ഉണ്ടാക്കല്ലോ. ഇത് കേരളത്തിലെ പോലീസാ, പിണറായി വിജയന്റെ പോലീസാ. ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് മാറാന്ന് പറഞ്ഞല്ലേ? ഇയാൾ സ്റ്റൈലിൽ വല്ല കളിക്കേണ്ട കാര്യമുണ്ടോ? കണ്ണൂർ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചതിൽ പോലീസിനെ കുറ്റപ്പെടുത്തി CPM രംഗത്ത് വരികയാണ്. പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന് CPM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പ്രതികരിക്കുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം CPM-നോ ഡിവൈഎഫ്ഐക്കോ ഇല്ല എന്നും CPM പറയുകയാണ്. അതുകൂടിയൊന്ന്. പതിനായിരക്കണക്കിന് മനുഷ്യർ അണിനിരക്കുന്ന ഒരു പരിപാടിയിൽ അത് കഴിഞ്ഞ് അവർ നെഞ്ചേറ്റിയിട്ടുള്ള ഭരണാധികാരികൾ തിരിച്ചു പോകുമ്പോൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വമാർക്ക് എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഉത്തരവാദിത്വം CPIM-നോ ചിലരെല്ലാം ആരോപിച്ചതുപോലെ DYFI-ക്കോ അതല്ലെങ്കിൽ ആ ഉദ്യമത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ തടഞ്ഞിട്ടുള്ള ചെറുപ്പക്കാർക്കോ ഉള്ളതല്ല. ഇനി നമ്മൾ അന്ന് കണ്ട കുറച്ചുകൂടി നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മ തിരിച്ചു കഴിഞ്ഞാൽ ആ രക്ഷാപ്രവർത്തനം നമ്മുടെ മനസ്സിൽ അത്ര പെട്ടെന്നുമായില്ല. അതൊരുന്നാലും ഒരിക്കൽ കൂടി കാണാം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. അറിയമുക്ക പിണറായി. എല്ലാവരും കണ്ട കാര്യമാണ്. ആ ദൃശ്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് പുതിയ ഈ പരാമർശം, ഈ പ്രതികരണമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ മാടായി ഏരിയ സെക്രട്ടറി ശ്രീ വിനോദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, താങ്കൾ ഏതർത്ഥത്തിലാണ് പോലീസിനെ പഴിച്ചുകൊണ്ട് CPM-നോ DYFI-ക്കോ ഈ മർദ്ദനത്തിൽ ഒരു ഉത്തരവാദിത്തമേ ഇല്ല എന്ന് അല്ലെങ്കിൽ അസന്നിഗ്ധമായി താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നവംബർ 20-നായിരുന്നു കല്യാശ്ശേരിയിലെ നവകേരള. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഈ സംഭവം. ഒരു ചെറുപ്പക്കാരൻ കയ്യിലൊരു കറുത്ത തുണിയുമായി ഈ ബസ്സിന് കുറുകെ ചാടാൻ പോവുകയാണ്. അദ്ദേഹം മാത്രമാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. മുദ്രാവാക്യം വിളിച്ച ആ ബസ്സിന് കുറുകെ ചാടാൻ പോവുകയാണ്. അപ്പോൾ റമീസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സഖാവ് കാണുന്നു. അദ്ദേഹം അത് പിന്തിരിപ്പിക്കാൻ ഇയാളെ വട്ടം പിടിക്കുന്നു. ആ വട്ടം പിടിച്ച് ഒഴിവാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായും 10-30,000 ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്ന പലരും പിന്നീട് ആ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ടാകാം. വൈകാരികമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അതൊന്നും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒന്നേ അല്ല. DYFI-ക്കോ CPIM-നോ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന മറ്റാർക്കെങ്കിലോ ഇതിനോട് ബന്ധവുമില്ല. പിന്നീട് പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കുകയാണ്.
പോലീസിനോട് ഇത് പഴയങ്ങാടിയിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട്. ശ്രീ വിനോദ്, നിങ്ങൾ പോലീസ് അങ്ങനെയെങ്കിൽ പോലീസുമായിട്ടുള്ള ആസൂത്രണം മറ്റോ ആണോ? താങ്കൾ പറയുന്നത് നമ്മളുമായിട്ട് മറ്റൊരു ആസൂത്രണം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പുറത്തുള്ള മൂന്നാമത്തെ കക്ഷി അല്ലെങ്കിൽ മൂന്നാമത്തെ കക്ഷിയായി വരുന്നത് പോലീസാണ്. പോലീസുമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നോ? ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അതായത് താങ്കൾ പറയുന്നു കൃത്യമായ മറ്റെന്തോ ആസൂത്രണം നടന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കക്ഷി അവിടെ പോലീസാണ്. പോലീസുമായിട്ടാണോ ആസൂത്രണം നടത്തിയത് ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയവർ? അത് അന്വേഷിക്കേണ്ടതാണ്. അത് ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയങ്ങാടി പോലീസിലെ ആർക്കെങ്കിലുമോ, പഴയങ്ങാടി പോലീസിനോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലുമോ ഈ ഒരു പ്രശ്നം ഉണ്ടാവണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് അന്വേഷിക്കേണ്ട ഘടകം തന്നെയാണ്. കാരണം കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെല്ലാം വലിയ ആൾബലമുള്ള പിന്തുണയുള്ള കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലൊന്നും ഇതുപോലൊരു പ്രതിഷേധമുണ്ടായില്ല, പയ്യന്നൂരിലുണ്ടായില്ല. കല്യാശ്ശേരിയിൽ എത്തുമ്പോൾ ഏറ്റവും മികച്ച നിലയിലുള്ള ആസൂത്രണവും മികച്ച നിലയിലുള്ള ജനപങ്കാളിത്തവും ഉണ്ടായിട്ടുള്ള അതൊക്കെ ശരിയാണ്, അതൊക്കെ സമ്മതിക്കുന്നു. ശ്രീ വിനോദ്, ഡിവൈഎഫ്ഐക്കോ CPM-നോ ഒരു അർത്ഥത്തിലും ഇതിന്റെ ഉത്തരവാദിത്തം ഇല്ല എന്ന് താങ്കൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങളുണ്ട്, അതിനെ തമസ്കരിക്കുകയാണോ? ഈ സംഭവം യൂത്ത് കോൺഗ്രസോ UDF മുൻകൂട്ടി ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. അവർ ബഹിഷ്കരണമാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത ഒരു സമരം ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ, ഒരു ചാവേർ പോരാട്ടം പോലെ, ഒരു ആത്മഹത്യാ സ്ക്വാഡ് പോലെ ഒരു ചെറുപ്പക്കാരൻ ആ ബസ്സിന് കുറുകെ ചാടാൻ തീർച്ചയായും ശ്രീ വിനോദ്, നമ്മൾ അതൊക്കെ അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ വിനോദ്, അങ്ങേക്ക് ഞാൻ പറയുന്നത് ചോദിക്കുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ വിനോദ്, ഈ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മാസങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർക്ക് അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഇല്ല എന്ന് താങ്കൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾ ആ ചിത്രം നോക്കൂ. ചിത്രത്തിൽ കൃത്യമായി മനസ്സിലാവും. ശ്രീ വിനോദ് കാണിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ. ഒരു സൈഡിൽ ഒരു ഭാഗത്ത് അങ്ങയുടെ ചിത്രവും ഒരു ഭാഗത്ത് ഈ ദൃശ്യങ്ങളുമാണ് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് കാണുന്നുമുണ്ട്. ഇനി പറയൂ താങ്കൾ. ഞാൻ കൃത്യമായി ആ ദൃശ്യം നോക്കൂ. നിങ്ങൾ തന്നെ കൊടുക്കുന്ന ദൃശ്യം നോക്കൂ. റമീസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ഏരിയ നേതാവ് അദ്ദേഹത്തെ വട്ടം പിടിക്കുന്നു. അതിനുശേഷമാണ് പല ആളുകളും ഓടി വരുന്നുണ്ട്. ആ ഓടി വരുന്നതെല്ലാം പരിപാടി കഴിഞ്ഞ് ഓടി വരുന്ന ആളുകളാണ്. പരിപാടി കഴിഞ്ഞ് വരുന്ന ആളുകൾ, പല ആളുകളും വണ്ടി ഓടി വന്നിട്ടുണ്ടാവും. ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആക്രമിക്കപ്പെടാൻ പോവുകയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണോ എന്ന ശ്രീ വിനോദ്, ആരുടെ പോലീസാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നത്? ആരുടെ പോലീസാണ് ഭരിക്കുന്നത്? ആരാണ് അവിടേക്ക് ബസ്സിൽ വരുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് അങ്ങേയറ്റം കാര്യക്ഷമമായിട്ടുള്ള ഒന്നാണ്, ജനകീയമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ അതിനെ ഇകഴ്ത്തിക്കാണിക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ചില ആളുകൾ, പോലീസിലെ തന്നെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടക്കേണ്ടത്. പഴയങ്ങാടി പോലീസിനോട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു, ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയങ്ങാടിന്റെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, ഇതുവരെ നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 30 or 25 മീറ്ററുള്ള പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുന്നവരോടും അതുപോലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോടും ഞങ്ങൾ പറയുന്നു, ചില ആളുകൾ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങ് പറഞ്ഞു വരുന്നത് ഒരു വിഭാഗം പോലീസുകാർ. അപ്പോൾ പോലീസിൽ ഒരു സമാന്തര സെല്ല് ഉണ്ട് എന്ന് പറയേണ്ടി വരുമോ സാർ? വിനോദ് സഖാവേ, ഞാൻ ചോദിക്കുന്നതല്ല, പോലീസിന്റെ ഭാഗത്ത് നിന്നും ചില ഇടപെടൽ ഉണ്ടാകുന്നു, ആസൂത്രണം നടക്കുന്നു. അങ്ങനെയെങ്കിൽ പോലീസിൽ ഒരു സമാന്തര, ഈ പിണറായി സർക്കാർ ഭരിക്കുന്ന, പിണറായി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംവിധാനത്തില് ഒരു സമാന്തര സെല്ല് പ്രവർത്തിക്കുന്നുണ്ടോ പോലീസിന്റെ? ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. സമാന്തരമായ ഒരു സംവിധാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പഴയങ്ങാടി SI രൂപയും അതുപോലെ തന്നെ ഉള്ള ചില ഉദ്യോഗസ്ഥന്മാരും ആ സമയത്ത് എവിടെയായിരുന്നു? ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സൂചന കൃത്യമായി ലഭിച്ചിട്ടും പഴയങ്ങാടി പോസ്റ്റ് എന്തുകൊണ്ടാണ് അതിൽ കൃത്യമായ നിലപാടെടുക്കാത്തത്? ഇത് കൃത്യമായി പരിശോധിക്കേണ്ട, പിൻ പോയിന്റ് ചെയ്യേണ്ട കൃത്യതയുള്ള വിഷയമാണ്. അതാണ് ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചത്. പഴയങ്ങാടി പോലീസ് എവിടെയായിരുന്നു? പോലീസ് SI എവിടെയായിരുന്നു? അതിന് നേതൃത്വം കൊടുത്തുള്ള പയ്യന്നൂർ DYSP എവിടെയായിരുന്നു? ഇതാണ് പരിശോധിക്കേണ്ടത്.
തീർച്ചയായും ഞാൻ മാനിക്കുന്നു തീർച്ചയായും അങ്ങയുടെ പ്രതികരണത്തെയും അങ്ങ് ക്ലാരിഫൈ ചെയ്യുന്നതിനെ ഞാൻ മാനിക്കുന്നു. ദയവായി ശ്രീ വിനോദ് ദയവായി അങ്ങ് ടെലിഫോൺ ലൈനിൽ ഒന്ന് തുടരുക. ഇപ്പോൾ DCC അധ്യക്ഷൻ കൂടിയായ മാർട്ടിൻ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീ വിനോദ് നടത്തിയ പ്രതികരണം ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം പറയുന്നത് അന്നത്തെ സംഭവത്തെ, പഴയങ്ങാടിയിലെ സംഭവത്തെ, അതിൽ CPM-നോ പാർട്ടിക്കോ DYFIക്കോ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമില്ല, പോലീസിന് മാത്രമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ക്ലാരിഫിക്കേഷൻ അത് മാതൃഭൂമി ന്യൂസിലൂടെ അങ്ങ് കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത് വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പോലീസിനെ പറ്റി പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ പോലീസിനെ നിയന്ത്രിക്കാൻ CPM-നോ ഭരണകർത്താക്കൾക്കോ സാധിക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. CPM പലതരത്തിൽ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നേതാക്കന്മാർ അണികളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ കണ്ണൂർ കളക്ടറേറ്റ് പഠിക്കൽ സമരം. കളക്ടറേറ്റ് പഠിക്കൽ സാധാരണ എല്ലാവരും സമരം നടത്താറുണ്ട്. ആ സമരം നടത്തുമ്പോൾ ആ സമരത്തിന്റെ ഉള്ളില് കളക്ടറേറ്റിന്റെ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് ആരും അവിടെ കടക്കാറില്ല. അവിടെ അവര് കടന്നു. ഒരുപക്ഷെ അവർക്ക് അറിയില്ലാത്ത കടന്നതാണെന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു MLA അവിടെ കയറി നിന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ ന്യായമാണ്. ഒരു MLAക്ക് അതിനെപ്പറ്റി അറിയില്ലേ? അവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ളത് അറിയില്ലേ? സാധാരണ നമ്മൾ കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറി ഉള്ളിലോട്ട് കയറി 1-2 പേരൊക്കെ കയറി അത് സമരത്തിന്റെ ഭാഗമായി അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സമരത്തിൽ കളക്ടറേറ്റിന്റെ ഉള്ളിൽ കയറി അവിടെ നിന്നും മൈക്കിലൂടെ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല ശ്രീ മാർട്ടിൻ ജോർജ്, ഒരു കാര്യം കൂടി, കാരണം നമുക്ക് ഇവിടെ EP എന്ന് പറഞ്ഞത് ചില പോലീസുകാരെയൊക്കെ സംശയിക്കേണ്ടി വരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് പോകുന്നു. അതൊരു പക്ഷേ നമുക്ക് അങ്ങനെ സംശയിക്കാം. കാരണം അതൊന്നും പുതിയ ആരോപണമോ കാര്യങ്ങളുമൊന്നുമല്ല. എല്ലാ സർക്കാരിന്റെ കാലത്തും രാഷ്ട്രീയമുള്ള നിലപാടുകളുള്ള പോലീസ് സേനയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ശ്രീ വിനോദിനും ഒരു ഭാഗം, ഈ ഏരിയ സെക്രട്ടറി പറയുന്നതിന്റെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ആ ദിശയിലും നമുക്ക് ഒരു ന്യായമുണ്ട് എന്ന് സംശയിക്കാവുന്നതല്ലേ? അല്ലെങ്കിൽ നമുക്ക് ആ നിലയിൽ കൂടി നിലപാടിനെ നമ്മൾ വസ്തുതാപരമായി കണ്ടല്ല പറ്റൂ? ഇത് വസ്തുതാപരമായി കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയങ്ങാടിയിൽ നടന്നൊരു വിഷയത്തിൽ ഇപ്പോൾ പറയുന്ന ന്യായീകരിക്കുന്ന പിടിച്ചു വെക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറയുമ്പോൾ പരിഹാസമല്ലേ ഉണ്ടാകുന്നത്? ആൾക്കാർ കാണുന്നതല്ലേ? CPM-കാർ, അതിനകത്ത് CPM-കാരും നല്ലവരായ പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഗൺമാനായിട്ടിരിക്കുന്ന ആ വ്യക്തി വയർലെസ് ഇത് വെച്ച് ആക്രമിക്കുന്ന നമ്മൾ കണ്ടതാണ്. അതെന്തിനാണ് ഉപയോഗിക്കേണ്ടത്? അത് വെച്ചിട്ടാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്നത്. അത് നല്ല പോലീസ്, അതാണ് നല്ല കേരളത്തിലെ നല്ല പോലീസ്, നല്ല ഗാർഡ് എന്നൊക്കെ പറയുന്നത് അതാണ്. അങ്ങനെ ഇടിക്കാനും പിടിക്കാനും യൂത്ത് കോൺഗ്രസ്സുകാരെ, KSUക്കാരെ മർദ്ദിക്കുന്ന പോലീസുകാരൊക്കെ നല്ല പോലീസ്, ബാക്കിയെല്ലാം പോലീസ് വിവരമില്ലാത്ത പോലീസ്. ശ്രീ വിനോദ്, ടെലിഫോൺ ലൈനിൽ താങ്കൾ ഉണ്ടെങ്കിൽ ശ്രീ മാർട്ടിൻ ജോർജിന്റെ ആരോപണം താങ്കൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇക്കാര്യത്തില് പോലീസിനെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ പഴിക്കുമ്പോൾ ഇതേ സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ സർക്കാരിന്റെ ഒരു പിടിപ്പുകേടാണത്. താങ്കൾക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുന്നു. ഇന്നലെ വിജിന് പബ്ലിക്കായിട്ട് പറയേണ്ടി വരുന്നു ഇത് പിണറായി സർക്കാരിന്റെ പോലീസാണെന്ന് ഓർക്കണമെന്ന്. തട്ടിക്കയറി ഒരു പോലീസുകാരനോട് SIക്ക് പബ്ലിക്കായി പറയണമെങ്കിൽ എന്ത് മനസ്സിലാക്കണം സാർ? ഇന്നലെ കണ്ണൂരിലുണ്ടായ സംഭവം നിങ്ങൾ നോക്കൂ. നമ്മൾക്കെല്ലാം അറിയില്ലേ, നമ്മളെല്ലാം നിരവധി സമരമുഖങ്ങളിൽ കണ്ടിട്ടുള്ളവരല്ലേ. കലക്ട്രേറ്റിന് മുന്നിൽ ഒരു സമരം പ്രഖ്യാപിച്ചാൽ ആ സമരം മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയത്ത് കലക്ട്രേറ്റിന്റെ കവാടത്തിൽ അകത്തേക്ക് കടക്കാൻ ഇല്ലാത്ത നിലയിൽ തടയാൻ പോലീസ് സംവിധാനം ഉണ്ടാകണം, പോലീസ് ഉണ്ടാകണം. ഇന്നലെ ആ പോലീസ് ഉണ്ടായില്ല. ഈ KGNA നേഴ്സുമാർ അവരും സ്ഥിരം സമരം ചെയ്യുന്ന സംഘടനയോ? ശ്രീ വിനോദ് ഒന്ന് തുടരുക. ഇപ്പോൾ M. വിജിൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിജിൻ,
ഇന്നലത്തെ സംഭവത്തിന്റെ പുതിയ ഒരു വശം ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇന്ന് ഇ.പി. ജയരാജന്റെ പ്രതികരണമൊക്കെ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇന്നും അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നത്. ഇന്നത്തെ മറ്റൊരു സംഭവ വികാസം വരുന്നത് പോലീസ് ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് അവരെ കളക്ടറേറ്റിനകത്ത് കയറി സമരം ചെയ്തവരെയാണ്. ബിജിൻ അടക്കമുള്ളവർക്ക് അതിന്റെ ഭാഗവാക്കല്ല എന്ന് പോലീസ് പറയുമ്പോൾ ഒരു കൗതുകം കൂടിയുണ്ട്. താങ്കൾക്ക് എന്താണ് പുതിയ സാഹചര്യത്തിൽ പറയാനുള്ളത്? അല്ല, ഇന്നലെ ഈ KGNA സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി തവണ മാതൃഭൂമിയോട് തന്നെ പറഞ്ഞതും ആവർത്തിച്ചതുമാണ്. ആ സമരമാണ് ഇന്നലെ നടന്നത്. സ്വാഭാവികമായിട്ട് കളക്ടറേറ്റിലേക്കുള്ള സമരം നേരത്തെ അനൗൺസ് ചെയ്താൽ പോലീസ് കളക്ടറേറ്റിന് മുന്നിൽ ഒരു പോലീസിനെയും നിർത്തണ്ടേ? ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇതിനകത്തേക്ക്? ഇത് സ്ഥിരം SFIO DYFIO അതുപോലുള്ള സംഘടനയൊന്നുമല്ല. സ്ഥിരം സമരം നടത്തുന്ന ഒരു സംഘടനയല്ല. നേഴ്സുമാരുടെ ഒരു സംഘടന എത്രയോ വർഷത്തിനുള്ളിൽ അവർ നടത്തുന്ന ഒരു സമരമാണ് അവരുടെ ചില ആവശ്യങ്ങൾ വെച്ചുകൊണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഗേറ്റ് തുറന്നു കണ്ടു. അവർ അതിനകത്ത് ഒരു തണലുള്ള ഗേറ്റിനോട് ചേർന്ന ഒരു തണലുള്ള കേന്ദ്രത്തിലേക്ക് കയറി നിന്നു എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം ഇന്ന് വന്ന കണ്ണൂരിലെ പ്രിന്റഡ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അതിനുശേഷം അവിടെ ഉണ്ടായ ശേഷം വന്ന പിങ്ക് പോലീസിലെ ചില ആളുകൾ സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് പോവാം. അപ്പൊ പിങ്ക് പോലീസുകാർ പറഞ്ഞത് SI വരട്ടെ എന്നിട്ട് തീരുമാനിക്കാന്നാണ്. പുറത്തേക്ക് പോകണമെന്ന് അപ്പോഴും പിങ്ക് പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നില്ല. SI വന്ന ഉടൻ വളരെ മോശമായിട്ട് ഇവരോട് പെരുമാറും. ആ സമയത്താണ് ഞാൻ സമരം ഉദ്ഘാടനം ചെയ്യാൻ അവിടത്തേക്ക് വരുന്നത്. അപ്പൊ സമരം ചെയ്യാൻ അറിയാം എനിക്ക്, കാരണം ചില SFI കാലം തൊട്ടൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. കാരണം സൗമ്യനായിട്ടൊക്കെ പെരുമാറുന്ന വ്യക്തിയാണ് താങ്കൾ, അതെല്ലാം. പക്ഷെ നമ്മള് ഒരു പൊതുമധ്യത്തിൽ നമുക്ക് ചില മാന്യതയുണ്ട്. താങ്കൾ പഴയ ഒരു SFI സമരകാലത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് വരുന്ന ഒരു വ്യക്തിയല്ല. ഇന്നിപ്പോൾ ഒരു മണ്ഡലത്തിന്റെ ഉത്തരവാദിത്തമുള്ള പ്രതിനിധിയാണ്. കേരളത്തിലെ നിയമസഭയിൽ ഇരിക്കുന്ന ഒരു അംഗമാണ്. അപ്പോൾ ചില പക്വതകൾ പബ്ലിക്കായിട്ട്, കാരണം മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ കാണിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് എന്തെങ്കിലും ഒരു കുറ്റബോധം മറ്റോ ഉണ്ടോ താങ്കൾക്ക്? ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഈ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ ആ സബ് ഇൻസ്പെക്ടറോടാണ്. നിങ്ങൾ പറഞ്ഞ നിയമസഭയിൽ ഇരിക്കേണ്ട ഒരാളാണെന്ന് പറഞ്ഞാണ് എന്നെ അഭിസംബോധന ചെയ്തത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയാണെന്ന്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഒറ്റ ചോദ്യം, അങ്ങോട്ടൊരു ചോദ്യം. ഒരു സബ് ഇൻസ്പെക്ടർ ഇങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത, ഞാൻ ആ പ്രിവിലേജ് വേണമെന്ന് ആഗ്രഹിച്ചോണ്ടല്ല, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാം. സബ് ഇൻസ്പെക്ടർ ഒരു MLA ഇങ്ങനെയായിരുന്നോ പെരുമാറേണ്ടത്? ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ എന്താണ് ആദ്യ കമന്റ് പറഞ്ഞത്? ഇത് അകത്താണല്ലോ, നമുക്ക് പുറത്തുനിന്ന് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് SI എന്റെ മേക്കേക്ക് കയറി വന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്കെതിരെയും കേസെടുക്കുന്നു. അങ്ങനെയാണ് SI ശ്രീ വിജയൻ, ഒരു കാര്യം നിങ്ങളുടെ അതേ സ്ഥലത്തുള്ള മാർട്ടിൻ ജോർജ് എതിർചേരിയിലുള്ള രാഷ്ട്രീയമായ എതിർചേരിയിലുള്ള ശ്രീ DCC അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വളരെ ഒരു നാണക്കേടല്ലേ? കാരണം ഒരു പോലീസിന് ഭരണപക്ഷത്തെ MLA തിരിച്ചറിയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മോശമായി പോലും പെരുമാറേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് ബിജിനെ പോലെയുള്ളവർക്ക് തുറന്നു പറയേണ്ടി വരുന്നത് ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൂടിയല്ലേ? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ശ്രീ ബിജിൻ? അല്ല, ഒരിക്കലും ഈ സർക്കാരിന്റെ പിടിപ്പുകേടായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഈ ഇന്നലെ ഉണ്ടായ ഈ ഷമീൽ PP എന്ന് പറയുന്ന SIയെ പോലുള്ള ചില ഉദ്യോഗസ്ഥർ, വിരലിലെണ്ണാൻ പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ പിടിപ്പുകേട്, അവർ ഈ ഗവൺമെന്റിന് ചീത്തപ്പേരുണ്ടാക്കണം നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ. കേരളത്തിന് ആഭ്യന്തര വകുപ്പ് ഏറ്റവും മാതൃകാപരം പോവാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഒറ്റ കാര്യം പറയാൻ അനുവദിച്ചാൽ മതി. എന്തുകൊണ്ട് ഞാൻ അവിടുന്ന് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇവരെയും കൂട്ടി പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് എന്നെ വെല്ലുവിളിക്കുകയാണ് SI. നിങ്ങൾക്കെതിരായി കേസെടുക്കും, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സൗമ്യമായിട്ട് SIയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേസെടുക്കും, ഞാൻ ഇവിടുന്ന് സംസാരിക്കാം. ഈ ആക്രോശത്തിലൊക്കെ ഭയന്നിട്ടാണോ പോലീസ് ബിജിനെ ഒഴിവാക്കി ഈ കേസെടുത്തിരിക്കുന്നത് ബാക്കിയുള്ളവർക്കെതിരെ? അല്ലെ, ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, എനിക്കെതിരെ കേസെടുക്കുന്നതിൽ ഒരു ഇടപെടൽ ഞാൻ നടത്തിയിട്ടില്ല. കേസെടുക്കുന്നതിൽ ഇപ്പോൾ കേസെടുക്കുന്നതിൽ തടസ്സമില്ല. നിയമപരമായി പോലീസിന് എനിക്കെതിരെ കേസെടുക്കുന്നത് പോലീസ് സമ്മർദ്ദത്തിലായി എന്ന് എതിർചേരികൾ സംശയിച്ചാൽ, കാരണം മാർട്ടിനൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം രാവിലെ പ്രകടിപ്പിക്കുന്നത് കേട്ടു. അഭിപ്രായത്തിൽ പങ്കുവെക്കുമല്ലോ. ഞാൻ ഇന്നലെ തന്നെ പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിയമപരമായി കേസെടുത്തുള്ളൂ. പക്ഷേ SI എന്താ ചെയ്തത്? കേസെടുക്കുന്നതിന് പകരം മൈക്ക് തട്ടിപ്പറിച്ച് ഈ സമരത്തെ മോശപ്പെടുത്താൻ നോക്കുക. ഇവിടെ നിങ്ങൾ ഹെഡ്ലൈൻ കൊടുത്തത് ഞാൻ കണ്ടു. പേരുമായി ഇതിനൊരു ബന്ധമില്ലെന്ന് മൈക്ക് തട്ടിപ്പറിച്ചെടുത്താണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. എന്റെ കയ്യിൽ അവിടെ ഏത് പേരാണ് പ്രശ്നം? KGയുടെ സെക്രട്ടറിയുടെ അല്ല, നിങ്ങൾ അവിടെ ഹെഡ്ലൈൻ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഒരു ഇതൊക്കെ നമുക്ക് വായിച്ചാൽ പറഞ്ഞു പോവാം. എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്? ഇതിലെ ഇന്നർ മീനിങ് എന്താണെന്ന് എനിക്കറിയാലോ. ഏത് ക്യാപ്ഷൻ? അപ്പം 2-3 ക്യാപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് പേരിലാണ്? പേരുദോഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹെഡ്ലൈൻ കൊടുക്കുന്നുണ്ട്.
പേര് ദോഷം എന്ന് പറഞ്ഞ ഒരു ഹെഡ്ലൈൻ നിങ്ങൾ അല്ല കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ അതല്ല, പരാമർശിച്ചെന്ന് മാത്രമാണ്. അതായത് പേരറിയാത്തത് പരിഹാസം, വളരെ പരിഹാസ്യമെന്ന് LDF കൺവീനർ CPM-ന്റെ മുതിർന്ന നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് രാവിലെ പറഞ്ഞത്. പേരറിയാത്തത് പരിഹാസ്യമാണ്. അപ്പോൾ ഒരു പേര് ദോഷം, അതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടും അതിന്റെയൊക്കെ ഇമ്പാക്റ്റ് ഓരോന്നായി ഇത് സംഭവിച്ചത്. അല്ല, എന്റെ പേര് അവിടെ അറിയാതിരിക്കുക, കാരണം ചിലപ്പോൾ അറിയണമെന്നില്ല, എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ സടി പിടിക്കുന്നുമില്ല. എല്ലാവർക്കും എന്റെ പേര് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ വിട്ടിത്തരാണ്. പക്ഷേ എന്റെ പേര് അവിടെ അറിയാതിരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം എന്താ അറിയോ, ഈ സമരത്തിന്റെ ഫ്രണ്ടിൽ പിടിക്കുന്ന ബാനറിൽ എന്റെ ഫോട്ടോയും പേരും വലിങ്ങനെയുണ്ട്. അവിടെ ആ സമരം ആരംഭിച്ചത് മുതൽ എന്റെ പേര് ആവർത്തിച്ച് എന്റെ പേര് പറയുന്നുണ്ട്. ആ പറയുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടും ഇനി വേണമെങ്കിൽ എന്റെ പേര് കേസെടുക്കണമെങ്കിൽ തൊട്ടടുക്കുന്ന ആളോട് ഇദ്ദേഹത്തിന്റെ പേരെന്താണ്. അല്ല ശ്രീ വിജിൻ, ഒരു കാര്യം, പോലീസിന് ഇങ്ങനെ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു ഡ്രാമ ഉണ്ടാക്കണം എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ആണോ അവിടെ വന്നത്? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന പോലീസ്, ഈ ഷമീൽ എന്ന് പറയുന്ന SIക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ആ വ്യക്തിക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. കാരണം അദ്ദേഹം നടത്തേണ്ട കൃത്യനിർവഹണം അദ്ദേഹം നിർവഹിക്കാതിരിക്കുകയും അതിനെ മറയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ തരത്തിലുള്ള പെരുമാറ്റം. ഇപ്പോ എന്നെ പലരും വിളിക്കുന്നുണ്ട്, ഇദ്ദേഹത്തെ നേരത്തെയുള്ള ചില രീതികളെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്നെ പലരും ഇപ്പോൾ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹം നേരത്തെ ഡ്യൂട്ടി ചെയ്ത ചില സ്റ്റേഷനിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇദ്ദേഹത്തിന് അവിടെ ഒരു കാര്യം നമുക്കറിയാം. കാരണം എല്ലാവർക്കും അറിയാം, ഈ അതാത് ഭരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ കീ പോസ്റ്റുകളിലൊക്കെ പാർട്ടിയുടെ ഇല്ല എന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളെയൊക്കെ തന്നെ SIമാരായിട്ടോ അല്ലെങ്കിൽ സ്റ്റേഷനെ ചുമതലയൊക്കെ നൽകാറുണ്ട്. അത് ഇടതുപക്ഷമെന്നോ അല്ലെങ്കിൽ വലതുപക്ഷമെന്നോ ഒന്നും വ്യത്യാസം അക്കാര്യത്തിൽ ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ അതും വിജിനെ പോലെയുള്ള ഒരു MLAയോട് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു മുഖത്തോട് ഇങ്ങനെ പെരുമാറണമെങ്കിൽ പോലീസിനകത്ത് മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഇന്ന് തന്നെ മാടായിലെ ഏരിയ സെക്രട്ടറി ശ്രീ വിനോദ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണവും താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. അവിടെയും പോലീസിനെ കുറിച്ച് പറയുന്നു. EP ജയരാജൻ എന്ന പ്രധാനപ്പെട്ട നേതാവ്, LDFന്റെ കൺവീനർ, മുൻ മന്ത്രി പറയുന്നു പോലീസിനെ. അപ്പോൾ മറ്റൊരു സംവിധാനം ഈ പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടോ, മറ്റെന്തെങ്കിലും സെല്ല്? ഇവിടെ ഞാൻ എന്റെ ഈ ചർച്ചക്കിടയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, കേരളത്തിന്റെ പോലീസ് സംവിധാനം വളരെ മികച്ചതാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ആ പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട്. ആഭ്യന്തര വകുപ്പും ക്രമസമാധാനത്തിൽ ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് കേരളം മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ആവർത്തിച്ച് നേരത്തെ പറഞ്ഞു, വിരലിൽ എണ്ണാകുന്ന ചില ഉദ്യോഗസ്ഥർ, അതിൽ നേരത്തെ ശ്രീ വിനോദ് പറഞ്ഞ പേരുണ്ടാവും, അത് വിനോദാട്ടം പറഞ്ഞ പേരുണ്ടാവാം. ശരി, ശ്രീ വിജിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദയവായി ശ്രീ വിജിൻ ഒന്ന് തുടരുക. ശ്രീ മാർട്ടിൻ, വിജിൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു. മറുപടി ഉണ്ടെങ്കിൽ. ഇതിനകത്ത് ഈ പോലീസിനെ CPM ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇവിടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, IG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പ്രതിപക്ഷ നേതാവിനെതിരെയും KPCC പ്രസിഡന്റിനെതിരെയും കേട്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ. എനിക്കെതിരെ 25ഓളം കേസുകൾ ഇപ്പൊ നിലവിലുണ്ട്. പ്രകടനം നടത്തിയതിന്റെ പേരിൽ, മറ്റുള്ള ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിലൊക്കെ കേസുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കെ ഇവിടെ വിജിലിനെതിരെ കേസെടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പോലീസാണോ നല്ലത്, അല്ലയോ നേരത്തെ പറഞ്ഞ ഈ SI ആണോ നല്ലത്? ഏത് പോലീസാണ് നേരെയായി പോകുന്ന പോലീസ് എന്നും കൂടി പറഞ്ഞാട്ടോ. ഇതൊക്കെ പരിഹാസ്യമാണ്. ബിജിൻ അതായത് ന്യായമായി ഈ മാർട്ടിന്റെ പാർട്ടിയോ അല്ല, നാട്ടുകാർ കേട്ടാൽ പോലും ചോദിച്ചു പോത്തില്ല. ഇന്നലെ അതിനകത്ത് കയറി സമരം ചെയ്തു, അല്ലെങ്കിൽ അവിടെ അകത്ത് കയറി കളക്ട്രേറ്റിനകത്ത് ഇത്രയും സുരക്ഷയൊക്കെ സംവിധാനങ്ങളൊക്കെ ഉള്ള അവിടെ ഒരുക്കേണ്ട ബാധ്യത പോലീസിനാണ്. ആ ബാധ്യത പോലീസ് ഒട്ടും നിറവേറ്റിയിട്ടില്ല. അപ്പോൾ അവിടേക്ക് കയറി വരും, കാരണം വനിതകളാണ്, അവർക്ക് ഉദ്ഘാടനത്തിന് വന്നത് ബിജിനാണ്. അപ്പോൾ ബിജിനെ ഒഴിവാക്കി ബാക്കിയുള്ളവരൊക്കെ പെടുത്തിക്കളയുക, ബലി കൊടുക്കുക, അത് ശരിയാണോ? അത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ആവർത്തിച്ച് പറഞ്ഞു, ഇന്നലെ മുതലേ ഇന്നും ചില മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിയമപരമായി എനിക്കെതിരെ പോലീസ് കേസെടുക്കുന്നതിൽ ഞാനൊരു തടസ്സവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉയർന്ന തലത്തിൽ നിങ്ങൾ അന്വേഷിക്കുക, പോലീസ് കേസെടുക്കേണ്ട സാഹചര്യം ഒരുപക്ഷെ അവരെ അന്വേഷണമോ മറ്റോ നടക്കുന്നുണ്ടാവുമായിരിക്കാം.
ആ തലത്തിൽ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടികൾക്ക് വിധേയമാകുന്നതിന് എനിക്ക് ഒരു പ്രയാസവുമില്ല. അതിന്റെ ഒരു ഇടപെടൽ എവിടെയും നടത്തിയിട്ടുമില്ല. പോലീസിനെതിരെ നടപടി എന്താണ് ആവശ്യപ്പെടുന്നത്? കേരളത്തിൽ ഞാൻ പറയാം, കേരളത്തിൽ പോലീസ് സംവിധാനത്തെ നിങ്ങൾ ഈ 1, 2 ഞാൻ വിരലെണ്ണാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മൊത്തം പോലീസ് സംവിധാനത്തിലേക്കാണല്ലോ ഈ ചർച്ചയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരിക്കലുമില്ല. ബിജിൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഏറ്റവും മികച്ച നിലയിൽ തന്നെ കേരളത്തിൽ പോലീസ് സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ് കേരള പോലീസ്. ആഭ്യന്തര വകുപ്പ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, കേരളത്തിൽ ഉണ്ടാകുന്ന ചില ഇത്തരം ഉദ്യോഗസ്ഥരുടെ രീതികൾ കേരള പോലീസിന് അപമാനം ഉണ്ടാക്കുന്നതാണ്. ഒരു കാര്യം ബിജിൻ, ഈ എസ് ഐക്കെതിരെ എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ എസ് ഐക്കെതിരായിട്ട് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഉന്നതതലത്തിൽ ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കട്ടെ. ഞാൻ അതിനകത്തേക്ക് ഈ പരാതിയിൽ അടിവരയിട്ടിരിക്കുന്നത് എന്താണ്? അടിവരയിട്ടിരിക്കുന്നത് പ്രധാന പോയിന്റ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ തന്നെയാണ്. ഇന്നലെ ഞാൻ ഇപ്പോഴും മാതൃഭൂമി ചർച്ചയിൽ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് ഞാൻ അവിടെയും പറഞ്ഞത്. പക്ഷെ ഈ പ്രശ്നത്തെ വളരെ സൗഹാർദ്ദപൂർവ്വം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ ഒരു തരത്തിലും എസ് ഐക്ക് അതേ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിഷയം എത്തിച്ചത്. അത് നിങ്ങൾ ഇവിടെ ഞാൻ അത് ആവർത്തിച്ചെന്തുകൊണ്ടാണല്ലോ ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട്, നേരിട്ട് കണ്ട മാധ്യമപ്രവർത്തകരോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് അവിടെ പോയി, എങ്ങനെ ഇത് സമാധാനപരമായി അവസാനിപ്പിക്കാമായിരുന്നു, ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടാണ്. ഈ എസ് ഐ ആദ്യം മുതൽ വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിച്ചിരുന്നെങ്കിൽ, കാരണം ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സമരക്കാരെ കളക്ടറേറ്റിന്റെ ഗേറ്റിൽ അദ്ദേഹത്തിന്റെ വീഴ്ചയുടെ ഭാഗമായി തീർച്ചയായും ഒറ്റ കാര്യം കൂടി, എന്തെങ്കിലും ഈ ചർച്ചകളൊക്കെ ചെന്ന് രാത്രിയിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, കാരണം പറഞ്ഞ കാര്യങ്ങൾ മാതൃഭൂമി ന്യൂസ് കൊടുത്തു, എല്ലാ ചാനലിലും കൊടുത്തിട്ടുണ്ട്, അത് കേട്ടിങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ ശരീരഭാഷയ്ക്ക് അപ്പുറത്തേക്ക്, സാമാന്യമായ ശരീരഭാഷയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും കടന്നു പോയിട്ടുണ്ട് എന്ന് ഒരു MLA നിലയിൽ ഒരു ലേശമെങ്കിലും ഒരു ജാള്യത അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ അല്ലല്ല, ഞാൻ ചോദിച്ചത് എല്ലാം കേട്ടു, അങ്ങ് പറയുന്നത് എല്ലാം കേട്ടു. ഞാൻ ചോദിച്ചത് ഞാൻ ഇങ്ങനെയുള്ള ഒരു ബിജിനെ കണ്ടിട്ടില്ല. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ കാണുന്നുണ്ട് ബിജിനെ, എത്രയോ സമരങ്ങൾ സെക്രട്ടറി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബിജിനെ കണ്ടില്ല. അപ്പോൾ ഒരു ജാള്യത സ്വാഭാവികമായും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കൈ ഊങ്ങി പോലീസ് ഒരു ജാള്യത തോന്നിയിട്ടില്ലേ? ഒരു ജാള്യത. ശരി, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം കേട്ടു നോക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് എന്നുള്ളത് നിങ്ങളും ആത്മപരിശോധന നടത്തും. അങ്ങനെയാണെങ്കിൽ ഞാനും നടത്താം. ഇത് ഞാൻ നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഒരു ബോധ്യക്കുറവിന്റെ ഭാഗമായിട്ടല്ല സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിളിച്ചു, ഞാൻ മാന്യമായി തീർച്ചയായും അതുകൊണ്ടാണ് ബിജിന്റെ വാചകങ്ങൾ കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കുക. ഉത്തരവാദിത്തോടുകൂടിയാണ് അതിൽ എടുത്തതിന്, ആ ടെലിഫോൺ എടുത്തതിൽ വളരെ നന്ദിയുണ്ട്. ഒപ്പം തന്നെ ശ്രീ വിനോദ്, അദ്ദേഹം മാടായി ഏരിയ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ നിലപാട് മാതൃഭൂമി ന്യൂസിലൂടെ അറിയിച്ചു. വളരെ നന്ദി. ഒപ്പം മാർട്ടിൻ ജോർജ് തിരക്കുകൾക്കിടയിൽ കൂടി കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്